കുഞ്ഞുങ്ങളെ, ലാക്സയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2025 PSC പല എക്സാമുകളിലായിട്ട് ചോദിച്ച കണക്കിൻ്റെ ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കുട്ടികളോട് പറയാൻ ഒന്നേ ഉള്ളൂ, കണക്ക് എളുപ്പമാണ്, മനസ്സിലാക്കി പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്: 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ളൊരു സമചതുരത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണം ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇവിടെ ഒരു സമചതുരമുണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സർക്കിളിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഡയഗ്രാം ഇങ്ങനെ വരുമെന്ന് നിങ്ങൾക്കറിയാം. സ്ക്വയറിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഏറ്റവും വലിയ സർക്കിളാണ് ഈ കാണുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇതാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. അത് ആ സർക്കിളിൻ്റെ വ്യാസമാണ്, ഡയമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഡി ആണ്, ഡയമീറ്റർ ആണ്. സർക്കിളിനെ വെച്ച് നോക്കുവാണെങ്കിൽ അത് ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ഞാൻ പറയട്ടെ, ആ സമചതുരത്തിൻ്റെ ഒരു വശം എ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സമചതുരത്തിൻ്റെ ഒരു വശത്തിന് എ എന്ന് എടുക്കാം. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ, നമ്മുടെ സർക്കിളിൻ്റെ ഡയമീറ്ററും വ്യാസവും ആ സ്ക്വയറിൻ്റെ ഒരു വശവും തുല്യമാണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വ്യാസവും സ്ക്വയറിൻ്റെ ഒരു വശവും തുല്യമെന്നൊരു പോയിൻ്റാണ് ഇവിടെ നിന്ന് എൻ്റെ കുട്ടികൾക്ക് കിട്ടേണ്ടത്. ഓക്കെ ആണോ? ഇനി ചോദ്യത്തിലോട്ട് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? സമചതുരത്തിൻ്റെ ചുറ്റളവ് പറഞ്ഞിട്ടുണ്ട്, പെരിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 16 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. എ വശമായിട്ടുള്ളൊരു സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ 4a ആണ്. അപ്പോൾ 4a വിലയാണ് ഈ 16. അങ്ങനെങ്കിൽ എ എത്ര എന്ന് ചോദിച്ചാൽ 16/4 4 സെൻറ്റിമീറ്റർ ആണ്. ആ സ്ക്വയറിൻ്റെ ഒരു വശമെന്ന് മനസ്സിലായി. നമ്മളിപ്പം പറഞ്ഞ പോയിന്റ് എന്താ? സ്ക്വയറിൻ്റെ ഒരു വശവും സർക്കിളിൻ്റെ വ്യാസവും തുല്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം, ഒരു വശം 4 ആയതുകൊണ്ട് ആ സർക്കിളിൻ്റെ ഡയമീറ്ററും എത്ര തന്നെ? 4 സെൻറ്റിമീറ്റർ തന്നെ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വ്യാസം 4 ആണെങ്കിൽ ആരം എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? അതിൻ്റെ പകുതിയായിരിക്കും. ആരം 2 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. എന്താ ചെയ്യണ്ടേ? വൃത്തത്തിൻ്റെ ഏരിയ കാണണ്ടേ? വൃത്തത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ πr² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? π × r². r എന്ന് പറയുന്നത് 2 ആണ്, 2ൻ്റെ സ്ക്വയർ. പൈക്ക് ഞാൻ വില കൊടുത്തോട്ടെ. പൈക്ക് 3.14 എന്നൊരു വില കൊടുക്കുന്നു. 2 സ്ക്വയർ 4 ആണ്. 4 × 3 12. 14 × 4 56. അപ്പം നമ്മുടെ ആൻസർ എത്രയാ? 12.56 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം: ഒരു കരാറുകാരൻ ഒരു നിശ്ചിത ജോലി നിശ്ചിത എണ്ണം തൊഴിലാളികളെ ഉപയോഗിച്ച് 9 ദിവസം കൊണ്ട് തീർക്കും. അയാൾക്ക് തീർക്കാനാകും. എന്നാൽ 6 തൊഴിലാളികൾ വന്നില്ലെങ്കിൽ, 6 തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ആ ജോലി 15 ദിവസം കൊണ്ടേ തീരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര തൊഴിലാളികളായിരുന്നു ആ ജോലി ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ ആണോ? തൊഴിലാളികളുടെ എണ്ണം തന്നിട്ടില്ല, ഞാൻ അതിനെ എം എന്ന് എടുക്കാൻ പോവാം. തൊഴിലാളികളുടെ എണ്ണത്തിനെ ഞാൻ എം എന്ന് അസ്യൂം ചെയ്യുന്നു. ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് ഈ എം തൊഴിലാളികൾ 9 ദിവസം കൊണ്ട് ഈ ജോലി തീർക്കുന്ന. അപ്പോൾ ആദ്യത്തെ സെന്റൻസിലെ ടോട്ടൽ വർക്ക് ആൾക്കാരുടെ എണ്ണത്തിനെ ദിവസം കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ വർക്കാ. എം ആൾക്കാർ 9 ദിവസം കൊണ്ട് ഒരു ജോലി തീർത്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ ടോട്ടൽ വർക്ക് m × 9 ആണ്. ഇനി എന്താ സിറ്റുവേഷൻ? 6 തൊഴിലാളികൾ വന്നില്ല. എം ആയിരുന്നു തൊഴിലാളികളുടെ എണ്ണം. അതിൽ നിന്ന് 6 പേര് വന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ m-6 തൊഴിലാളികളുണ്ട്. അപ്പം ജോലി എത്ര ദിവസം കൊണ്ടാണ് തീരുന്നത്? 15 ദിവസം കൊണ്ടേ ആ ജോലി തീരുന്നുള്ളൂ. ക്ലിയർ ആയോ കുട്ടികളെ? 2 സിറ്റുവേഷനിലെ ടോട്ടൽ വർക്കിനെ ബാലൻസ് ചെയ്യുവാണ് നമ്മളിവിടെ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്കൊന്ന് ചെയ്താലോ? ലെഫ്റ്റ് സൈഡിൽ 9 × m 9m, റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 അകത്തോട്ട് ഗുണിച്ച് കയറ്റിയാൽ 15m - 15 × 6 90. റൈറ്റ് സൈഡിൽ കിടക്കുന്ന 90നെ ഞാനിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പം -90 ഇപ്പുറത്ത് വരുമ്പോൾ +90 ആയി. ബാക്കി എന്ത് വന്നു? 15m - 9m എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം, 90ൻ്റെ വിലയാണ് 15m - 9m പോയാൽ 6m. നമുക്ക് എമ്മിൻ്റെ വില എത്ര എന്നാണ് അറിയേണ്ടത്? എത്ര ആളുകൾ അവിടെ ഉണ്ടെന്നാണ് അറിയേണ്ടത്? 90/6. എമ്മിൻ്റെ വില എത്രയാ? 15 തൊഴിലാളികളാണ് അവിടെ വേണ്ടിയിരുന്നത്.
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആയോ? അടുത്ത പറയട്ടെ, എളുപ്പമല്ലേ? അടുത്ത ചോദ്യം, എയുടെയും ബിയുടെയും ഉസാഗയും ലസാഗുവും യഥാക്രമം എക്സ് എന്നും വൈ എന്നുമാണ് പറയുന്നത്. LCMും HCFും തന്നിട്ടുണ്ട്, എക്സും വൈയും. ഈ ചോദ്യം ചെയ്യുമ്പം ആദ്യം എൻ്റെ കുട്ടികൾ അറിയേണ്ട ഒരു ഫാക്റ്റ് ഇതാണ്: LCMനെ HCF കൊണ്ട് ഗുണിക്കുന്നത് എല്ലായ്പ്പോഴും ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഓക്കെ ആണോ? രണ്ട് സംഖ്യകളുടെ LCMും HCFും നമ്മുടെ കയ്യിലുണ്ട്. ആ LCMനെ HCF കൊണ്ട് ഗുണിക്കുന്നത് ആ രണ്ട് സംഖ്യകളെ ഗുണിക്കുന്നതിന് തുല്യമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ റിലേഷൻ എൻ്റെ കുട്ടികൾക്ക് അറിയാമെങ്കിൽ ഇവിടെ LCMും HCFും എത്ര എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. അപ്പം നമുക്ക് എഴുതാം ഉസാഗെ എക്സും ലസാഗു വൈ. അപ്പം നമുക്ക് എഴുതാം അവരുടെ ഗുണനഫലം എക്സ് ഇൻറ്റു വൈ ആർക്ക് തുല്യം എന്നാണ് പറയുന്നത്? ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യം. അപ്പം എക്സ് ഇൻറ്റു വൈ എന്തിനു തുല്യം? A ഇൻറ്റു ബിക്ക് തുല്യം എന്ന് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ ചോദ്യത്തിൽ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: എക്സ് പ്ലസ് വൈ ആർക്ക് തുല്യം എന്ന് പറയുന്നു? A പ്ലസ് ബിക്ക് തുല്യമെന്ന് പറയുന്നു. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വില കാരണം. അപ്പം ഇപ്പം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ എന്താണെന്ന് നമുക്കറിയാം. ഞാൻ ഈ എക്സ് പ്ലസ് വൈ അങ്ങ് സ്ക്വയർ ചെയ്യാൻ പോവാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എക്സ് പ്ലസ് വൈയെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പറ. ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം എക്സ് പ്ലസ് വൈയുടെ വില എത്ര? A പ്ലസ് ബി. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് ഞാൻ കൊടുക്കുകയാണ് A പ്ലസ് ബി. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy. എക്സ് വൈയുടെ വില എത്ര എന്ന് വേണ്ട നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് വൈ ആരാ? A ഇൻറ്റു ബി അല്ലെങ്കിൽ AB ആണ്. അപ്പം അതെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ. എക്സ് വൈയുടെ സ്ഥാനത്ത് AB പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഒരിടത്ത് കിടക്കട്ടെ, ബാക്കി എല്ലാവരും ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുന്നതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വില. പ്രൊസീഡ് ചെയ്തോട്ടെ ഞാൻ. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? A സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വില. ഇനി എൻ്റെ കുട്ടികൾ നോക്കി, 2abയും മൈനസ് 2abയും ക്യാൻസൽ ആകും. അപ്പം ലെഫ്റ്റ് സൈഡിൽ A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമുക്കറിയേണ്ടത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വിലയാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വില എന്തിനു തുല്യം തന്നെ? A സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് തുല്യം തന്നെ. ക്ലിയർ ആയോ? സി എന്ന ചോയ്സ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ എൻ്റെ കുട്ടികൾ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 4:3. അപ്പോൾ നമുക്കൊരു ചതുരത്തിന് ഒന്ന് അസ്യൂം ചെയ്യാം. ഇതാണ് നമ്മുടെ ചതുരം. അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ നീളം 4, വീതി 3 എന്ന് എടുക്കാം. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? പിന്നെ പറയുന്നത് വികരണത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഞാൻ വികരണത്തെ കൂടെ വരച്ചു നോക്കുന്നു. ഇതാണ് അതിൻ്റെ വികരണം. നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ അസ്യൂം ചെയ്യരുതോ? അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഒരു മട്ടത്രികോണമല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ റിലേഷൻ, ഈ മട്ടത്രികോണത്തിൻ്റെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഡയഗണലിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഞാൻ പറയുന്നത് ഇതിനെ D എന്ന് എഴുതാം, ഡയഗണൽ. ഡയഗണലിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം ഇവിടെ 3 ആണ്, ലംബം 4 എന്ന് അസ്യൂം ചെയ്യാം അല്ലേ? 3ൻ്റെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16 9 25 ആണ് D സ്ക്വയറിൻ്റെ വിലയെന്ന് എഴുതാം. അവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാം ഡിയുടെ വില 5 ആണ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ ഈ വില എന്ന് പറയുന്നത് ഇതെല്ലാം റേഷ്യോയുടെ കഥയാണ്. അപ്പം വികരണത്തിൻ്റെ റേഷ്യോ എത്ര എന്ന് ചോദിച്ചാൽ 5 എന്ന് കിട്ടി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അത്രയും അവിടെ നിൽക്കട്ടെ. വികരണത്തിൻ്റെ റേഷ്യോ 5 ആണ്. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ചുറ്റളവിൻ്റെ റേഷ്യോ എങ്ങനെയാണ് കാണുന്നത്? ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം, 2 × L + B ആണ്. റേഷ്യോ ഒന്ന് ഇട്ട് കൊടുത്തേ. 2 × ലെങ്തിൻ്റെ റേഷ്യോ 4 ആണ്, ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ 3 ആണ്. 4ഉം 3ഉം 7 × 2 14 ആണ് ചുറ്റളവിൻ്റെ റേഷ്യോ.
ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ ഈ ഒരു മൊമെൻറ്റ് വരെ? അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എല്ലാ റേഷ്യോയെ വിലകളുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഇനി വിലകളുമായിട്ട് കണക്ട് ചെയ്യാം. വികരണത്തിൻ്റെ നീളം 25 എന്ന് പറയുന്നു. നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു വികരണത്തിൻ്റെ റേഷ്യോ 5 ആണ്. അപ്പം നമുക്ക് എഴുതാം 5 എന്ന റേഷ്യോയുടെ വിലയാണ് 25 സെൻറ്റിമീറ്റർ. എന്താ കുഞ്ഞുങ്ങളെ കാണണ്ടേ? ചുറ്റളവ് കാണണം. ചുറ്റളവിൻ്റെ റേഷ്യോ നിങ്ങൾ എത്ര എന്നും പറഞ്ഞിരിക്കുക? 14 എന്നും പറഞ്ഞിരിക്കുക. 14 എന്ന ആ റേഷ്യോയുടെ വില എത്ര എന്നാ കണ്ടുപിടിച്ച് വെക്കേണ്ടത്. ക്ലിയർ ആയോ? ഇവരെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കാര്യം കഴിഞ്ഞില്ലേ? 14 × 25 ഡിവൈഡഡ് ബൈ 5. ആരും ക്യാൻസലാകും. 5ഉം 25ഉം വെട്ടിപ്പോകും. 14 × 5 ഈ പറയുന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര എന്ന് ചോദിച്ചാൽ 70 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, തുടക്കത്തിൽ 70 km/h വേഗതയിലാണ് ഒരു കാറ് സഞ്ചരിക്കുന്നത്. പിന്നെ പറയുന്നത് ഓരോ 2 മണിക്കൂറിലും വേഗത 10 വെച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെങ്കിൽ ആ കാറ് 345 km സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ്? ഓക്കെ ആണോ? ഒരു ഇക്വേഷൻ്റെ സപ്പോർട്ട് വേണ്ട. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ആദ്യത്തെ മണിക്കൂറിൽ അവൻ 70 സ്പീഡിലായിരിക്കും പോകുന്നത് അല്ലേ? അതിന് മുമ്പ് 70 km/h എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 1 മണിക്കൂർ സമയം കൊണ്ട് ആ കാറ് സഞ്ചരിക്കുന്ന ദൂരമാണ് 70 km. അതാണല്ലോ km/h എന്ന യൂണിറ്റിൻ്റെ മീനിങ്. 1 മണിക്കൂർ സമയം കൊണ്ട് ആ കാറ് സഞ്ചരിക്കുന്ന ദൂരമാണ് 70 km. അങ്ങനെങ്കിൽ ആദ്യത്തെ മണിക്കൂറിൽ കാറിൻ്റെ വേഗത 70 ആണ്. അപ്പോൾ ഇത് സ്പീഡാണ്. അങ്ങനെങ്കിൽ അത് സഞ്ചരിക്കുന്ന ദൂരം എത്ര? 70 km/h. സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ കാർ സഞ്ചരിക്കുന്ന ദൂരം 70 km. ഓക്കെ. രണ്ടാമത്തെ മണിക്കൂറിലും ആ കാറിൻ്റെ വേഗതയ്ക്ക് മാറ്റമില്ല, 70 തന്നെയാണ്. അപ്പോൾ അവിടെ കവർ ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസും 70 km തന്നെയാണ്. മൂന്നാമത്തെ മണിക്കൂറാകുമ്പോൾ ഓരോ 2 മണിക്കൂറിലും 10 കൂടുമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ മണിക്കൂറാകുമ്പോൾ 70 സ്പീഡിൽ പോയ കാറിൻ്റെ വേഗത 80 ആകും. അപ്പോൾ എത്ര കിലോമീറ്റർ കവർ ചെയ്യും? 80 km കവർ ചെയ്യും. നാലാമത്തെ മണിക്കൂറിലും അതേ വേഗതയിലാവും പോവും, അതേ 80 സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അവൻ കവർ ചെയ്യാൻ പോകുന്ന അതേ ദൂരമാണ് 80 km ദൂരം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒന്ന് നോക്കിയേ എത്ര ദൂരമായെന്നൊന്നും നോക്കണ്ടായോ? 70 140, 8 8 16, 160 140, 300 km സഞ്ചരിച്ച് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി 4 മണിക്കൂർ കൊണ്ട് 300 km സഞ്ചരിച്ചു. ഇനി 5ാമത്തെ മണിക്കൂറിൻ്റെ കഥയാ. ഒന്ന് ശ്രദ്ധിച്ചേ. 5ാമത്തെ മണിക്കൂറിൽ വേഗത കൂട്ടി, 10ഉം കൂടെ കൂട്ടി വേഗത 90 ആയി. 5ാമത്തെ മണിക്കൂർ മുഴുവനുണ്ടെങ്കിൽ 90 km കവർ ചെയ്യും. എനിക്ക് 90 km കവർ ചെയ്യണ്ട, ഇനി ഒരു 45 km കൂടെ കവർ ചെയ്താൽ മതി അല്ലേ? മൊത്തം 345 km, 300 കവർ ചെയ്ത കഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ഒരു 45 km കൂടെ കവർ ചെയ്യാനുള്ളൂ. എൻ്റെ കുട്ടികൾ ചിന്തിച്ച് 1 മണിക്കൂർ കൊണ്ട് 90 km വേഗത്തിലോടുന്ന ഒരു കാർ 90 km കവർ ചെയ്യും. ഇതതിൻ്റെ പകുതിയല്ലേ ഉള്ളൂ, 45 km. അപ്പോൾ 5 മണിക്കൂർ മൊത്തം വേണ്ട, ഇവിടെ ഒരു അരമണിക്കൂറും കൂടെ എടുത്തു കഴിയുമ്പം കാർ ഈ പറയുന്ന 345 km കവർ ചെയ്യും. അപ്പോൾ എൻ്റെ കുട്ടികൾ നോക്കി, 4ഉം 1/2 മണിക്കൂറും കൂടെ. അപ്പോൾ ആകെ 4.5 മണിക്കൂറാണ് ആ കാറിന് 345 km എന്ന ദൂരം കവർ ചെയ്യാൻ വേണ്ടത്. ക്ലിയർ ആയോ? മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത ചോദ്യം, 7 സെൻറ്റിമീറ്റർ ആരമുള്ള ഇരുമ്പ് ഗോളം ഉരുക്കി 0.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു കമ്പിയാക്കി മാറ്റുന്നു. അതിൻ്റെ നീളം കാണണം. ഉരുക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, മെറ്റീരിയൽ കണ്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതാണ് മെൽറ്റിംഗ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പം ഗോളത്തിൻ്റെ വോളിയം എന്താണോ അത് ആ ഇരുമ്പ് കമ്പിയുടെ വോളിയമായിട്ട് മാറും. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ രണ്ടുപേരുടെയും വോളിയത്തിൻ്റെ ഇക്വേഷനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നു. ഒരു ഗോളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ 4/3 πr³ ആണെന്ന് നിങ്ങൾക്കറിയാം. അത് എന്തായി മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കമ്പി എന്ന് പറഞ്ഞാൽ അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. സിലിണ്ടറിൻ്റെ വോളിയമായി മാറും. സിലിണ്ടറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താ? πr²h. പയ്യും ക്യാൻസൽ ആകും. ആ 3നെ ക്രോസ് അങ്ങോട്ട് വിട്ടാൽ ഇക്വേഷൻ ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. 4r³ എന്ന് പറയുന്നത്
3 × r² h എന്നായി മാറും. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. 7 സെൻറ്റിമീറ്റർ ആരോ എന്ന് പറയുന്നു. അപ്പോൾ 4 ഗോളത്തിൻ്റെ ആരം 7, അവിടെ ഞാൻ 7³ എന്ന് കൊടുത്തു. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 3 ഇനി പറയൂ, ആ കമ്പിയുടെ ആരം എത്രയാ? വ്യാസം 0.2 ആന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം ആരം അതിൻ്റെ പകുതിയാ. എത്രയാ? 0.1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ ഞാൻ. 0.1 സ്ക്വയർ 0.1 സ്ക്വയർ ഇൻറ്റു h. ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ്, അത് മറക്കണ്ട. അപ്പോൾ h കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 4 × 7³ ഡിവൈഡഡ് ബൈ 3 × 0.1 സ്ക്വയർ. 1 സ്ക്വയർ 1 തന്നെയാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനം ഡബിൾ ആകും. അപ്പോൾ 0.01 ആണ്. മനസ്സിലായി? ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാൽക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ ഹൈറ്റ് കിട്ടുന്നത് സെൻറ്റിമീറ്ററിലാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ് എല്ലാം സെൻറ്റിമീറ്ററിൽ കിടക്കുക. പക്ഷേ ചോയ്സ് കിടക്കുന്നത് മീറ്ററിലാണ്. മറക്കല്ലേ, ചോയ്സ് കിടക്കുന്നത് മീറ്ററിലാണ്. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കേണ്ടതുണ്ട്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 100 അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അങ്ങ് മീറ്ററിലായി മാറും. 4 × 7³ ഡിവൈഡഡ് ബൈ 3 × 0.01 ഒരു 100 അടി കൊടുക്കുന്ന എന്തിനു വേണ്ടിയാ? യൂണിറ്റ് മാറ്റാൻ, മീറ്ററിലേക്ക് മാറ്റി എഴുതാൻ. ഓക്കെ ആണോ? 0.01 100 കൊണ്ട് ഗുണിച്ചാൽ 2 സ്ഥാനം ഇപ്പുറത്തോട്ട് വന്ന് അതങ്ങ് 1 ആയി മാറും. എന്താ? 0.01 100 കൊണ്ട് ഗുണിച്ചാൽ 2 സ്ഥാനം ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് അതങ്ങ് 1 ആയി മാറും. അപ്പോൾ ഇവിടെ പിന്നെ ആകെ ഒരു 1 ഉള്ളൂ. 3 × 1 3 തന്നെ. ഡിനോമിനേറ്ററിൽ 3 മാത്രമേ ഉള്ളൂ എന്നെൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ h ഈസ് ഈക്വൽ ടു ഹൈറ്റ് കാണാൻ 4 × 7³ ഡിവൈഡഡ് ബൈ 3 മാത്രമാണ് ഇവിടെ ബാക്കി വന്നത്. ഓക്കെ അല്ലേ? കാൽക്കുലേഷനിലേക്ക് പോവാം. 7³ എത്രയാ? 7 × 7 49. 49 × 7 343 ആണ്. അപ്പം 4 × 343/3 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അത് ചെയ്തെടുത്താൽ ആൻസറായി. 343 3 കൊണ്ടൊന്ന് ഹരിച്ചാലോ നമുക്ക്? 343 3 കൊണ്ട് ഹരിക്കുമ്പം 11 3 33 ആണ്. 1 3 താഴോട്ട് 4 3 12. ഓക്കെ ആണോ? അപ്രോക്സിമേറ്റ്ലി 114 എടുക്കരുതോ? 343 3 കൊണ്ട് ഹരിച്ചാൽ അപ്രോക്സിമേറ്റ്ലി 114 കിട്ടും. അപ്പോൾ എന്താ ബാക്കി വരുന്നത്? ഒരു 4 ഉണ്ട്, ഒരു 114 ഉണ്ട്. 4 × 114 456 ആണ്. അപ്പോൾ അതിനടുത്തുള്ള ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ആൻസർ നമുക്ക് ഉറപ്പിക്കാം എ ആണ് നമ്മുടെ ആൻസർ. 457.33 മീറ്റർ ആണ് നമ്മുടെ ആൻസർ. അവിടെ നിന്ന് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം, അനിൽ ജംഷാദിൽ നിന്ന് 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങുന്നു. ഈ തുക 6% കൂട്ടുപലിശ നിരക്കിൽ വാങ്ങിയിരുന്നെങ്കിൽ പലിശ ഇനത്തിൽ എത്ര അധികം കിട്ടിയേനെ? അപ്പം നമുക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന സാധാരണ പലിശയേക്കാൾ എത്ര കൂടുതലാണ് കൂട്ടുപലിശ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള 2 വർഷത്തെ ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇക്വേഷൻ എൻ്റെ കുട്ടികൾക്ക് അറിയാം. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ P × R/100² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എല്ലാ വാല്യൂസും അവിടെ കിടപ്പില്ലേ? 12,000 നിക്ഷേപിച്ച തുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%. 6/100 അതുകൊണ്ട് ഒരു തവണ കൂടി ഞാൻ എഴുതും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മുകളിൽ 3 0, താഴെയുള്ള 3 0 വെട്ടിക്കളയും. ബാക്കി എന്ത് വന്നു? ഒരു 12 ഉണ്ട്, ഒരു 6 × 6 ഉണ്ട്, താഴെ ഒരു 0 ബാക്കി എന്ന് പറഞ്ഞാൽ ഒരു 10 ബാക്കി. അത് മറക്കണ്ട. ക്ലിയർ ആയോ? 12 × 6 72, 72 × 6 432, 432/10 എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ 43 രൂപ 20 പൈസ അധികം കിട്ടും.
ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ ആ ചോദ്യത്തിലേക്ക്, അല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം എക്സ്പോണൻസിലെ ഒരു ചോദ്യമാണ്. 1/2 raised to -1 plus 2/3 raised to -1 minus 3/4 raised to 0 the whole raised to -2 ആണ്. ഒറ്റ കാര്യം ഓർക്കുക, പവറിൽ മൈനസ് വന്നാൽ ബേസിൽ കിടക്കുന്ന സംഖ്യ ആരാണോ അവനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി, ആ മൈനസ് ന്യൂട്രലൈസ് ആകും. എന്താ? എക്സ് റേസ് ടു, ഞാൻ പറഞ്ഞ മീനിങ് ഇത്രയേ ഉള്ളൂ, എക്സ് റേസ് ടു -a എന്ന് കിടക്കുന്നു. പവറിൽ മൈനസ് മാറ്റണമെങ്കിൽ ബേസിൽ കിടക്കുന്ന സംഖ്യ അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാമെന്നാ പറഞ്ഞത്. അങ്ങനെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ടൈം 1/2 raised to -1, എനിക്ക് പവറിലെ മൈനസ് മാറ്റണം. ഞാൻ എന്താ ചെയ്യണ്ടേ? ബേസിൽ കിടക്കുന്ന സംഖ്യ തിരിച്ചിടണം. അപ്പോൾ അതാരായി? 2 ആയി, 2 raised to 1 ആയി മാറി. പ്ലസ് എഗെയിൻ 2/3 raised to -1, പവറിലെ മൈനസ് മാറ്റണം. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? സംഖ്യ തിരിച്ചിടണം. അപ്പോൾ ഇവനാരായി? 3/2 raised to 1 ആയി മാറി. മൈനസ് 3/4 raised to 0, ഏതൊരു സംഖ്യയും ഇടയിൽ പവർ 0 ആണെങ്കിൽ അതിൻ്റെ വില എത്ര? 1 ആണ്. ഇവർക്ക് എല്ലാവർക്കും കൂടെ പവർ ആരുണ്ട്? -2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാം കാൽക്കുലേഷൻ. 2 + 3/2 -1 the whole raised to -2. ഓക്കെ, 2 ക്രോസ് ഇങ്ങോട്ട് വന്നാൽ 2 × 2 4, 4 3 7. അപ്പോൾ എന്താ വരിക? 7/2 -1 the whole raised to -2 എന്നാണ്. 2 അഗെയിൻ ക്രോസിന് അങ്ങോട്ട് കയറുമ്പം 7 - 2/2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 5/2 raised to -2 എന്ന് വന്നു. ഓക്കെ ആണോ ഇതുവരെ കാൽക്കുലേഷൻ? ഇനി ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ പവറിൽ മൈനസ് ഉണ്ട്, ആ മൈനസ് മാറണം. ഞാൻ എന്താ കുട്ടികളെ ചെയ്യേണ്ടത്? ബേസിക് കിടക്കുന്ന സംഖ്യ തിരിച്ചിടണം. 5/2 raised to -2 എന്നതിനെ എങ്ങനെ എഴുതാം? നേരെ തിരിച്ചെഴുതുക. 2/5 raised to 2 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി അതിനെ അങ്ങ് സ്ക്വയർ ചെയ്താൽ പോരെ, ആൻസർ ആയില്ലേ? 2ന്റെ സ്ക്വയർ 4, 5ന്റെ സ്ക്വയർ 25. നമ്മുടെ ആൻസർ 4/25. ക്ലിയർ ആയോ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം. ഒരാൾ 6000 രൂപയ്ക്ക് ഒരു മേശയും കസേരയും വാങ്ങുന്നു. അയാൾ കസേര 10% നഷ്ടത്തിലും മേശ 10% ലാഭത്തിനുമാണ് വിൽക്കുന്നത്. എന്നിട്ടും അയാൾക്ക് 100 രൂപ ലാഭം കിട്ടിയെങ്കിൽ ഒരു കസേരയുടെ വാങ്ങിയ വില എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ ആയോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ചെയറുണ്ട്, ടേബിളുണ്ട്. ഞാൻ ഷോർട്ട് കട്ടിൽ അങ്ങ് പറയുക, ഡയറക്റ്റ് മെത്തേഡ് വലിയ വാല്യൂസിലോട്ടൊക്കെ കാര്യങ്ങൾ പോകും, അതൊന്നും വേണ്ട. ചെയർ 10% നഷ്ടത്തിലാണ് വിറ്റത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഈ 6000 രൂപയിൽ 10% നഷ്ടം വന്നാൽ എത്ര എന്നൊന്ന് ചിന്തിക്കുക. 6000ന്റെ 10% 600. അപ്പം നഷ്ടം വന്നെങ്കിൽ 5400 കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? ഇനി 6000 രൂപയുടെ മേശയാണെങ്കിലോ 10% ലാഭം കിട്ടും അല്ലേ? 10% ലാഭം എന്ന് വെച്ചാൽ 600 രൂപ എക്സ്ട്രാ കിട്ടും. അപ്പോൾ 6600 കിട്ടേണ്ടതാണ്. പക്ഷെ എത്ര കിട്ടിയത്? 100 രൂപയെ ലാഭം കിട്ടിയുള്ളൂ. അപ്പോൾ 6000 മുടക്കി 6700 കിട്ടിയുള്ളൂ എന്ന് മീനിങ്. ക്ലിയർ ആണോ? ഇനി എന്താ ചെയ്യുക? ഇവരെ ഒന്ന് ക്രോസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്രോസിന് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. 6600 നിന്ന് 6100 കുറച്ചാൽ 500. അതേപോലെ 5400 6100 വ്യത്യാസം 700. ഒന്ന് വെട്ടി ചെറുതാക്കിയ റേഷ്യോ കിട്ടും 5:7. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ചെയറിൻ്റെയും ടേബിളിൻ്റെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം 5:7. അപ്പോൾ ഇങ്ങനെ എഴുതാം. ചെയറിൻ്റെയും ടേബിളിൻ്റെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം 5:7 എന്ന് പറഞ്ഞാൽ ചെയറിൻ്റെ വിലയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭിന്നസംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ 5ഉം 7ഉം 12 ആണ്. 12ൽ 5 ചെയറിൻ്റെ വില. ഇനി ടേബിളിൻ്റെ വിലയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭിന്നസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 12ൽ 7 നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? ഇവിടെ എത്ര രൂപയാ? 6000 രൂപയെ രണ്ടിനും വേണ്ടി മുടക്കിയത്. അപ്പം ചെയറിൻ്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 6000 × 5/12. 12ഉം 60ഉം കൂടെ 5 വെച്ച് വെട്ടിപ്പോവും. അപ്പോൾ 500 × 5 2500 രൂപയാണ് ഇവിടെ ചെയറിൻ്റെ വില എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് വേണമെങ്കിൽ ചോയ്സിൽ നിന്ന് എടുത്ത് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. വെറുതെ ചോയ്സൊക്കെ നോക്കി സമയം കളയണ്ട. സിമ്പിളായിട്ട് കാൽക്കുലേഷൻ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം.
സാമാന്ത്രികം ABCD AB AD എന്നീ വശങ്ങളുടെ ലംബങ്ങൾ അവരുടെ പെർപെൻഡിക്കുലർ യഥാക്രമം 5 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്ററുമാണ്. ആ സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം 160 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്ര എന്നാ ചോദ്യം. എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായോ? സാമാന്ത്രികത്തിൻ്റെ കഥയാണ്. ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ഓക്കെ, രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ ABCD എന്ന് പറയുന്നു. ABCD AB എന്നും AD എന്ന വശങ്ങളിൽ നിന്നുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്ററോ. ഓക്കെ ആണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വശവും ആ വശത്തിൽ നിന്നുള്ള ലംബ ദൂരവും ഉണ്ടെങ്കിൽ അവരെ തമ്മിൽ ഗുണിക്കുന്നത് വിസ്തീർണത്തിന് തുല്യമാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് AD എന്ന വശം എനിക്ക് അവൈലബിളാ. ഈ ഒരു പെർപെൻഡിക്കുലറും എനിക്കറിയാം. ADയിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും അറിയാമെങ്കിൽ ഇതിപ്പം ബിയും ഇത് എച്ചുമാണെങ്കിൽ ഏരിയ കാണുന്ന ഇക്വേഷൻ B ഇൻറ്റു H ആണ്. ഏരിയ കാണുന്ന ഇക്വേഷൻ B ഇൻറ്റു ആ ബേസ് ഇൻറ്റു അതിൻ്റെ ഹൈറ്റാണ്. അതിൽ നിന്ന് വരയ്ക്കുന്ന ഹൈറ്റാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇവിടെ ഏരിയ 160 ചോദ്യത്തിൽ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, AB എന്ന വശത്തിനെ ബേസ് ചെയ്ത് ഏരിയ പറയുവാണെങ്കിൽ AB എന്ന വശത്തിനെ ബേസ് ചെയ്ത് ഏരിയ പറയുവാണെങ്കിൽ AB എന്ന സൈഡിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും കൂടെ AB എന്ന സൈഡിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറുമായിട്ട് ഗുണിച്ചാൽ ഏരിയ കിട്ടും അല്ലേ? AB എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ നീളം എത്ര? 5 ആണ്. ഇവരെ ഗുണിക്കുമ്പോൾ ഏരിയ കിട്ടട്ടെ. ഏരിയ എത്ര? 160. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് എഴുതാം ABയുടെ ലെങ്ത് എത്ര എന്ന് ചോദിച്ചാൽ 160/5 32. അതേപോലെ AD എന്ന വശത്തിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് 20 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ AD എന്ന വശത്തിന് ഈ 20 കൊണ്ട് ഗുണിച്ചാൽ ഏരിയയായ 160 കിട്ടും. അങ്ങനെങ്കിൽ AD എത്രയെന്ന് ചോദിച്ചാൽ 160/20 8 നമുക്ക് കിട്ടും. ക്ലിയർ ആണോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? അപ്പോൾ ഒന്നുമില്ല, ഈ സാമാന്ത്രികത്തിൻ്റെ വശങ്ങൾ 32ഉം 8ഉമാണ്. ഓക്കെ ആണോ? അപ്പം പെരിമീറ്റർ കാണണം. നമ്മുടെ റെക്റ്റാങ്കിൾ പോലൊരു ഷേപ്പാണ്. പെരിമീറ്റർ കാണാൻ 2 ഡയമെൻഷനെയും കൂട്ടുക, 2 കൊണ്ട് ഗുണിക്കുക. 2 ഇൻറ്റു L+B എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഇവിടെ ഇവരുടെ പെരിമീറ്റർ കാണാൻ 2 ഇൻറ്റു 32 + 8. 32 8 40 40 × 2 80 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ്. മനസ്സിലായോ എൻ്റെ കുട്ടികൾക്ക്? ഏരിയ ഡിക്കേഷൻ 2 സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നു. AB എന്ന വശത്ത് പോയി നിന്നും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു, AD എന്ന വശത്ത് പോയി നിന്നും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും 160 കിട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം. രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാമത്തെ സംഖ്യയുമായിട്ടുള്ള കണക്ഷൻ കണ്ടുപിടിക്കുക. ഇവിടെ 31 എങ്ങനെ 90 ആയെന്ന് നോക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് 31 × 3 93 ആണെന്നും അതിൽ നിന്ന് 3 കുറച്ചാൽ 90 കിട്ടുമെന്ന് നോക്കാം. നല്ലൊരു റിലേഷൻ പറയാം. 31 × 3 93 ആണ്. അതിൽ നിന്ന് 3 കുറച്ചാൽ 90 എന്നൊരു നല്ല റിലേഷൻ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ 43 × 3 129. 129 നിന്ന് 3 കുറയ്ക്കുന്നതൊന്നും ചോയ്സിലില്ലല്ലോ എൻ്റെ കുട്ടികളെ. അപ്പം എന്താ ചെയ്യുക? ഇവിടെ ചോയ്സിനനുസരിച്ച് ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ മറ്റൊന്നുമല്ല, ഇവിടെ ഇത്രയേ ഉള്ളൂ. 31 എന്ന ആദ്യത്തെ സംഖ്യയ്ക്കൊപ്പം 59 കൂട്ടിയപ്പോഴാണ് 90 കിട്ടിയത്. അങ്ങനെങ്കിൽ 43-നൊപ്പം 59 കൂട്ടുമ്പോഴാണ് അടുത്ത ആളെ കിട്ടേണ്ടത്. അങ്ങനെയാണ് 102 കിട്ടുന്നത്. C ആണ് നമ്മുടെ ആൻസർ. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. പറഞ്ഞോട്ടെ അടുത്ത ചോദ്യം. ഒരു പ്രത്യേക ഭാഷയിൽ സിസ്റ്ററിനെ കോഡ് ചെയ്തിരിക്കുന്ന പറയുന്നുണ്ട്, അങ്കിളിനെ കോഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നുണ്ട്, ബോയിയെ കോഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് സൺ എന്ന ആളിനെ കോഡ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പം നമുക്ക് SON കോഡ് എഴുതണം. ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ കോഡിംഗ് ഒന്നുമില്ല. ഓരോ ആൽഫബറ്റിനും ഓരോ നമ്പേഴ്സ് അങ്ങ് കൊടുത്തിരിക്കുക. സിസ്റ്റർ നോക്കുമ്പോൾ 2 S 5 ആണ് അല്ലേ? ഇക്ക് 0 എന്നാണ് സിസ്റ്ററിൻ്റെ അകത്ത്, അങ്കിളിൻ്റെ അകത്ത് ഇയും 0 തന്നെ. ഓക്കെ ആണോ? അപ്പം നമുക്ക് മനസ്സിലായി അവിടുന്ന് തന്നെ വിലകൾ കിട്ടും. അല്ലാതെ ആൽഫബറ്റിൻ്റെ പൊസിഷനോ ഒന്നും നോക്കണ്ട. സിസ്റ്ററിൻ്റെ അകത്ത് എസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 5 എന്ന് കോഡ് വെച്ചാൽ അപ്പം ഞാനിവിടെ 5 ഇട്ട് കൊടുത്തു. ബോയ്ക്കകത്ത് OA റെപ്രസെൻ്റ് ചെയ്യുന്ന 2 വെച്ചാൽ അപ്പം ഇവിടെ ഞാൻ 2 ഇട്ട് കൊടുത്തു.
അങ്കിളിൻ്റെ അകത്ത് എന്നിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന 4 കൊണ്ട് ആ 4 ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ആൻസർ 524. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിച്ചു കൂട്ടാനില്ല അവിടെ. ക്ലിയർ ആയോ? പറഞ്ഞോട്ടെ അടുത്തേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ കുട്ടികൾക്ക് ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എളുപ്പമാണ്, ഇഷ്ടപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.